എക്സസൈസ് 11.1-ലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് യൂസിങ് എക്സ്പൊണൻഷ്യൽ നൊട്ടേഷൻ. അപ്പോൾ എക്സ്പൊണൻഷ്യൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പർ 512. ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് 2�6 ഇങ്ങനെ എഴുതില്ലേ, ഈ ഫോമിൽ എഴുതില്ലേ, ഇതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്പൊണൻഷ്യൽ നൊട്ടേഷൻ. അതായത് ഇതിൻ്റെ എക്സ്പൊണൻ്റ് എഴുതുക. 2�6 അല്ലെങ്കിൽ 3⁵ ഇതുപോലെ എഴുതുന്നതാണ് എക്സ്പൊണൻഷ്യൽ നൊട്ടേഷൻ. അപ്പോൾ നമുക്ക് ഈ 512 എന്നുള്ള ഈ സംഖ്യയുടെ ഇതുപോലെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് എഴുതണം. അപ്പോൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാം. 512നെ ചെയ്യുമ്പോൾ നമ്മൾ എന്തുപയോഗിച്ച് ചെയ്യേണ്ടത്? പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 3, 5, 7, 11 എക്സെട്ര അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഉപയോഗിച്ച് വേണം ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട്, ഏറ്റവും സ്മോളസ്റ്റ്. ഇനി നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ, അപ്പോൾ അതൊരു ഈവൻ നമ്പർ ആണല്ലോ, അപ്പോൾ ഈവൻ നമ്പറിനെ നമുക്ക് എപ്പോഴും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 2 വെച്ചാണ് ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു നമ്പറും ഈവൻ നമ്പർ ആണെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ടത് 2 വെച്ചായിരിക്കും. ഇനി ഈവൻ അല്ല, ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കാം. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് 3 വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 81 ആണെന്ന് വിചാരിക്കുക. 81 എന്ന് പറയുമ്പോൾ ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 1 ആണ്. അപ്പോൾ ഇതൊരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 2 വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? നെക്സ്റ്റ് നമ്മുടെ പ്രൈം നമ്പറാണ് 3 വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ ഈ ഡിജിറ്റുകൾ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 81 എന്ന് പറയുമ്പോൾ 8 + 1, ഈ സംഖ്യയിലെ ഈ നമ്പറിൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക. അതായത് 8ഉം 1ഉം കൂടെ ആഡ് ചെയ്യുക. 8 + 1 എത്രയാണ്? ആൻസർ 9 ആണ്. അപ്പോൾ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതെന്തായാലും 3 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അതായത് ഒരു നമ്പർ തന്നാൽ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് 2 വെച്ച് ചെയ്യാം. ഈവൻ നമ്പർ അല്ലാത്ത നമ്പർ ആണെങ്കിൽ അടുത്ത് നമുക്ക് 3 വെച്ചാണ് നോക്കേണ്ടത്. 3 വെച്ച് അതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ അത് 3യുടെ മൾട്ടിപ്പിൾ പെടുന്ന നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 5 ആണ്. 5 എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ 25 എന്ന് പറയുമ്പോൾ ഇതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മൾ 3 വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2ഉം 5ഉം തമ്മിൽ ആഡ് ചെയ്തു. 2ഉം 5ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടിയ ഡിജിറ്റ് 7 ആണ്. നമുക്ക് കിട്ടിയ നമ്പർ 7 ആണ്. 7 എന്ന് പറയുമ്പോൾ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതല്ല. സോ നമുക്കിതിനെ 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത കേസ് നോക്കേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ് എന്താ? ഇതിൻ്റെ 5 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ ഉറപ്പായിട്ട് അത് എന്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതായിരിക്കും? 5ൻ്റെ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ഇതുപോലെ 5 എന്ന നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 വെച്ച് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും. ഫാക്ടറൈസേഷൻ ചെയ്യാനുള്ള ഈസി മെത്തേഡ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ചെയ്തു വരുമ്പോൾ ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 512. ഇനി ഫസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 ഇല്ല. അപ്പോൾ 5ന് തൊട്ടടുത്ത് വരുന്ന മൾട്ടിപ്പിൾ എടുക്കണം. അതായത് 2 2s are 4. 2 × 2 4. അപ്പോൾ ഞാനൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് എടുത്ത് വലുതാക്കി എഴുതാം. 512 അല്ലേ? ഇവിടെ 2 വെച്ച് ചെയ്തു. അപ്പോൾ 2 2s are 4. ഇവിടെ 5 ആണ്. അപ്പോൾ ബാലൻസ് ഒരു 1 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 1 ആയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് വായിക്കും? നെക്സ്റ്റ് നമ്പർ നമുക്ക് 11 ആയിട്ട് വായിക്കാം. ഇവിടെ ഒരു 1 ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഉള്ള 1. അപ്പോൾ 11ൽ 2 5 ടൈംസ് 5 2s are 10 ആണ്. അപ്പോൾ ഇവിടെ ബാലൻസ് 1 ഉണ്ട്. അത് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ എന്തായി? 12 എന്ന് വായിക്കണം. അപ്പോൾ 12ൽ 2 6 ടൈംസ് 6 2s are 12. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ 512നെ സാധാരണ ഡിവൈഡ് ചെയ്യുന്നോട്ട് ചെയ്താൽ ഉണ്ടോ? 2 എടുക്കുക. 2 വെച്ച് 5ൽ 2 എത്ര പ്രാവശ്യം പോകും? 2 2s are 4. ഇനി 5ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 1. ഇനി ഈ 1 താഴേക്ക് ഇറക്കി എഴുതുമ്പോൾ 11ൽ 2 5 ടൈംസ് 5 2s are 10. ഇനി 11ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 1.
ഇനി എന്ത് ചെയ്യണം? ഈ 2 താഴേക്ക് ഇറക്കി എഴുതണം. അപ്പോൾ 12 ആയി. 12ൽ 2 6 ടൈംസ്. 6 2s are 12. അപ്പോൾ റിമൈൻഡർ 0. അപ്പോൾ എന്ത് കിട്ടും? 256. ഇങ്ങനെ ഡിവിഷൻ ചെയ്തും ചെയ്യാം. പക്ഷേ ഈസി മെത്തേഡ്, അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെത്തേഡ് ഇതിൽ തന്നെ ഇങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. കാരണം വലിയ ക്ലാസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഇതുപോലെയാണ്. അപ്പോൾ ഇനി 256. ഇനി 256 ഇതിനെ ഫാക്ടർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 6 എന്നുള്ള ഈവൻ നമ്പറാണ്. സോ നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിക്കാം? 2. ഇനി 1 2s are 2. ഇനി നെക്സ്റ്റ് നമ്പർ 5 ആണ്. 5ൽ 2 2 2s are 4. അപ്പോൾ ബാലൻസ് എന്തുണ്ട്? 1 ഉണ്ട്. കാരണം 2 2s are 4 ആണ്. ഇവിടെ നമ്പർ 5 ആണ്. അപ്പോൾ ബാലൻസ് ഒരു 1 ഉണ്ട്. അത് നമ്മുടെ 6ലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 ഇടുമ്പോൾ എന്തായി? 16. ഇവിടെ ഇങ്ങനെ 1 ഇട്ട് കൊടുക്കുമ്പോൾ 16 ആയി. അപ്പോൾ 16ൽ 2 8 ടൈംസ്. 8 2s are 16. വീണ്ടും 8 ഒരു ഈവൻ നമ്പറാണ്. സോ നമുക്ക് 2 ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് 1 എന്നുള്ളത് 2വിനേക്കാളും ചെറുതാണ് അല്ലേ? നമുക്ക് ഫാക്ടർ ചെയ്യേണ്ട ഈ 2വിനേക്കാളും ചെറുതാണ് ഫസ്റ്റ് ഡിജിറ്റ്. സോ നമുക്ക് ഒരുമിച്ച് സെക്കൻഡ് ഡിജിറ്റും കൂടി ചേർത്ത് 2 ഡിജിറ്റുള്ള നമ്പറാക്കി മാറ്റാം. അപ്പോൾ എന്താ റെഡി ആണ്? 12. 12ൽ 2 6 ടൈംസ്. 6 2s are 12. നെക്സ്റ്റ് 8 ആണ്. 8ൽ 2 4 ടൈംസ്. 4 2s are 8. വീണ്ടും 64 എന്ന് പറയുമ്പോൾ 4 ഒരു ഈവൻ നമ്പറാണ്. ഇതൊരു ഈവൻ നമ്പറാണ്. സോ 2 വെച്ച് ചെയ്യാം. ഫസ്റ്റ് 6 ആണ്. 6ൽ 2 3 ടൈംസ്. 3 2s are 6. ഇനി നെക്സ്റ്റ് നമ്പർ 4. 4ൽ 2 ടൈംസ്. 2 2s are 4. വീണ്ടും ഇതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്യാം. 1 2s are 2. അപ്പോൾ ഇവിടെ 3 ആയതുകൊണ്ട് ബാലൻസ് ഒരു 1 ഉണ്ട്. അത് നമുക്ക് ഇവിടെ എഴുതുമ്പോൾ ഇതെന്തായി? 12. സെക്കൻഡ് നമ്പർ 12 എന്നായി. 12ൽ 2 6 ടൈംസ്. 6 2s are 12. വീണ്ടും ഇതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്യാം. 1 2വിനേക്കാളും ചെറുതായതുകൊണ്ട് നമുക്ക് 6 കൂടെ ആഡ് ചെയ്ത് 16 എന്ന് വായിക്കാം. 16ൽ 2 8 ടൈംസ്. ഇവിടെ സ്പേസ് ഇല്ലാതെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നതാണ് 8. 8ൽ 2 കൊണ്ട് ചെയ്യുമ്പോൾ 4 അല്ലേ? 4 2s are 8. ഇനി 4ൽ ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 വെച്ച് ചെയ്യാം. 2 2s are 4. ഇനി 2ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 2 തന്നെ. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ 1 വരുന്നത് പോലെ നമുക്ക് 1 കിട്ടുന്നതുവരെ നമുക്കിതിനെ ഫാക്ടറൈസേഷൻ ചെയ്യണം. ഇനി ചെയ്യേണ്ടത് എന്താ? ഇനി ഇതിൽ എത്ര 2 ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9. എത്ര 2 ഉണ്ട്? 9. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? 2 raised to 9. കാരണം 2 എന്നുള്ള നമ്പർ 9 ടൈംസ് ഉണ്ട്. അപ്പോൾ 2 എന്നുള്ള നമ്പർ 9 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഈ 512. അപ്പോൾ എക്സ്പൊണൻഷ്യൽ നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ ഫോമിലാണ് എഴുതേണ്ടത്. 512ൻ്റെ ആൻസർ 2 raised to 9. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതെല്ലാം ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിരുന്നു ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഫാക്ടറൈസേഷൻ ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു സംഖ്യനെ എടുത്തിട്ട് ഇതുപോലെ ഇപ്പോൾ 256 എന്നാണെന്നുണ്ടെങ്കിൽ ആ 256നെ എന്ത് ചെയ്യണം? 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 1 2s are 2 0. ഇനി 5 ഇറക്കി എഴുതി. അപ്പോൾ 2 2s are 4. 5ന്ന് 4 മൈനസ് ചെയ്ത 1. ഈ 6 ഇറക്കി എഴുതുമ്പോൾ 16 ആയി. 16ൽ 2 8 ടൈംസ്. അപ്പോൾ 8 2s are 16. റിമൈൻഡർ 0. കണ്ടോ? അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 128 കിട്ടിയില്ലേ? അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കിയും ചെയ്യാം. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ട മെത്തേഡ് ഇതാണ്. അതാണ് ഈസി മെത്തേഡ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 343. ഇതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 പറ്റില്ല അല്ലേ? അപ്പോൾ ഇതൊരു ഓഡ് നമ്പറാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട 3 ആണോ എന്ന് അറിയാണ്ട് ഈ ഡിജിറ്റുകൾ നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 3 + 4 + 3. അപ്പോൾ എത്ര കിട്ടും? 7 8 9 10 കിട്ടും അല്ലേ? അപ്പോൾ 10 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് 3 വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. 5 വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയിരിക്കണം. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 3 ആണ്. അപ്പോൾ 5 കൊണ്ടും പറ്റില്ല. ഇനി നെക്സ്റ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് പ്രൈം നമ്പർ 7 ആണ്. നമുക്ക് 7 വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 343നെ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 7ൽ 343ൽ ഫസ്റ്റ് നമുക്ക് 34 എടുക്കണം. 34ൽ 4
7 4s are 28. ഇനി മൈനസ് ചെയ്യുമ്പോൾ 34 28 മൈനസ് ചെയ്യുമ്പോൾ 6. ഇനി ഈ 3 താഴേക്ക് ഇറക്കുമ്പോൾ 3 63. 63ൽ 7 9 ടൈംസ് 63 ബാലൻസ് 0. അപ്പോൾ നമുക്ക് ഏത് ഉപയോഗിക്കാം? 7. നമുക്ക് 7 ഉപയോഗിച്ച് ഫാക്ടറൈസേഷൻ ചെയ്യാം അല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ്? 49. 49 എന്ന് മനസ്സിലായേ? ഈ കിട്ടിയ 49 ആണ് ഞാൻ എടുത്ത് എഴുതിയത്. ഇനി 49നെ ചെയ്യാൻ, ഇതും ഓഡ് നമ്പറാണ്. അപ്പോൾ 9 + 4 ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 9 + 4 എന്ന് പറയുമ്പോൾ 10 11 12 13. 13 ആണ് കിട്ടുന്നത് അല്ലേ. 4 + 9 അല്ലേ, ഈ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് 4 + 9 13 ആണ്. 13 എന്നുള്ളത് 3യുടെ മൾട്ടിപ്പിൾ അല്ല, സോ നമുക്കിതിനെ 3 വെച്ച് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 5 ആണ്. 5 പറ്റില്ല, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 9 ആയതുകൊണ്ട്. ഇനിയുള്ളത് 7 ആണ്. 7 കൊണ്ട് ചെയ്യാമല്ലോ. 7 7s are 7 × 7 49. ഇനി 7 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇനി എത്ര ലാസ്റ്റ് 1 കിട്ടി. ഇപ്പോൾ നമുക്കിവിടെ ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. ഇനി എത്ര 7 ഉണ്ടെന്ന് നോക്കാം. 7 raised to 1 2 3. 7 raised to 3 കിട്ടി. അപ്പോൾ 343യുടെ എക്സ്പൊണൻഷ്യൽ നൊട്ടേഷൻ ഏത് ഫോമില? 7 raised to 3 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ചെയ്യാലോ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ 729. അപ്പോൾ ഇതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ ആദ്യം നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്കിനി ഡിജിറ്റുകൾ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇത് 7 + 2 + 9. ഈ ഡിജിറ്റുകൾ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 7 + 2 + 9 എന്ന് പറയുമ്പോൾ 18 കിട്ടും അല്ലേ. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 18 കിട്ടും. 18 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നതല്ലേ. അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്പറിന് എന്തുകൊണ്ട് ചെയ്യാം? 3 വെച്ച് ചെയ്യാം. ഈസി അല്ലേ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ 3 ആയി. ഇനി ഫസ്റ്റ് 7 ആണ്. 7ൽ 3 2 ടൈംസ്. അപ്പോൾ 2 3s are 6. 6 ആണ്. ഇവിടെ 7 ആണുള്ളത്, സോ ബാലൻസ് ഒരു 1 ഉണ്ട്. അത് ഇവിടെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 12 ആയി. 12ൽ 3 4 ടൈംസ്. 4 3s are 12. ഇനി 9ൽ 3 3 3s are 9. നമുക്ക് 243 കിട്ടി. 243 എന്ന് പറയുമ്പോഴത്തേക്കും ഓഡ് നമ്പറാണ്, അതുകൊണ്ട് നമുക്കൊന്ന് ഡിജിറ്റ് ആഡ് ചെയ്ത് നോക്കാം. 2 + 4 6. 6 + 3 9. അപ്പോൾ 9 എന്ന് പറയുമ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ നമുക്കിതിനെ 3 വെച്ച് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഡിജിറ്റ് 2 3നേക്കാളും ചെറുതാണ്. നമുക്ക് ഫസ്റ്റ് 2 ഡിജിറ്റ് ചേർത്തിട്ട് 24 എന്ന് വായിക്കാം. 24ൽ 3 എത്ര പ്രാവശ്യം നോക്കാം? 8. 8 3s are 24. ഇനി ബാലൻസ് 3 1 3s are 3. 81 എന്നാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാണ്ട് 9 ചെയ്യരുത്, കാരണം 9 9s are 81 ആണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, കാരണം ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഉപയോഗിച്ച് വേണം ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ 81 എന്ന് പറയുമ്പോൾ 8 + 1 ഈ ഡിജിറ്റ് നമ്മളൊന്ന് ആഡ് ചെയ്യുക. 8 + 1 എന്ന് പറയുമ്പോൾ 9 എന്ന് പറഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിളാണ്, സോ നമുക്കിതിനെ 3 വെച്ചാണ് ചെയ്യേണ്ടത്. ഇനി 8 എന്ന് പറയുമ്പോൾ 3 2s are 6. 6 കഴിഞ്ഞാൽ 7 8 ബാലൻസ് 2 ഉണ്ട്. 2 ആഡ് ചെയ്യുമ്പോൾ 21. 21ൽ 3 7 7 3s are 21. വീണ്ടും 27. ഈ 27 ഓഡ് നമ്പറാണ്. 2 + 7 9. അപ്പോൾ 9 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 3 വെച്ച് ചെയ്യാം. 27 3ൽ 9 9 3s are 27. 9 എന്ന് പറയുമ്പോൾ 3 × 3 ആണ് 9. ഇനി 3നെ 3 വെച്ചിട്ടും പറ്റുള്ളൂ, കാരണം അതൊരു പ്രൈം നമ്പർ ആയതുകൊണ്ട്. ഇനി നമുക്ക് എടുത്തെഴുതാം. 3 എത്ര ടൈംസ് ഉണ്ട്? 1 2 3 4 5 6. സോ 3 raised to 6. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ 3125. ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ആദ്യം വിചാരിക്കരുത്. എന്ത് ചെയ്യണം? ആദ്യം എല്ലാ ഡിജിറ്റും നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. കാരണം ഞാനും അത് 3 കൊണ്ടാണെങ്കിൽ 3 ഉപയോഗിച്ചാണ് അത് ചെയ്യേണ്ടത് അല്ലേ. ഏറ്റവും ചെറിയ പ്രൈം നമ്പറല്ലേ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം തന്നെ 5 കൊണ്ട് നോക്കരുത്, ആദ്യം ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഈവൻ നമ്പർ അല്ലാത്തതുകൊണ്ട് നമുക്കറിയാം
അത് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്പർ 3 ആണ്. ഇനി 3 + 1 + 2 + 5. 3 + 1 + 2 + 5 എത്ര കിട്ടും? 11 കിട്ടും അല്ലേ? 11 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് 5 തന്നെ, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് നമുക്ക് 5 വെച്ച് ചെയ്യാം. 5ൽ 3 പറ്റില്ല, അപ്പോൾ 31 എടുക്കുക. 31ൽ 5 6 ടൈംസ്, 6 5s are 30. അപ്പോൾ ഇവിടെ 31 ആണ്, ബാലൻസ് ഒരു 1 ഉണ്ട്, ഇങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 12. 12ൽ 5 2 ടൈംസ്, 5 2s are 10. 10 ആണ്, ഇവിടെ 12 ആയതുകൊണ്ട് ബാലൻസ് വീണ്ടും ഒരു 2 ഉണ്ട്, ഇവിടെ 2 ഇടുക. അപ്പോൾ 25. 25ൽ 5 ടൈംസ്, 5 5s are 25. ഇനി ഇതൊരു ഓഡ് നമ്പർ ആണ്, ലാസ്റ്റ് 5 ഉണ്ട്, എന്നാലും നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 6 + 2 + 5 അപ്പോൾ എത്ര കിട്ടും? 13. 13 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് നമുക്കിതിനെ ധൈര്യമായിട്ട് എന്തുകൊണ്ട് ചെയ്യാം? 5 വെച്ച് ചെയ്യാം. അപ്പോൾ 6ൽ 5 1 ടൈം, 1 5 5 ആണ്. ഇനി 6 ആയതുകൊണ്ട് ബാലൻസ് ഒരു 1 ഉണ്ട്, ഇപ്പോൾ ഇവിടെ 12 ആയി. 12ൽ 5 2 ടൈംസ്, 5 2s are 10. 10 ആണ്, ഇവിടെ 12 ആയതുകൊണ്ട് വീണ്ടും ബാലൻസ് 2. എങ്ങനെയെന്ന് മനസ്സിലായല്ലോ? 6 2 5 അതിനെ 5 വെച്ച് ചെയ്യുമ്പോൾ 1 5s are 5 ആണ് വരുന്നത്. ഇവിടെ 6 ആയതുകൊണ്ട് ആ 6ൽ നിന്ന് ഈ 5 മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് ഒരു 1 വരുന്നുണ്ട്. ആ 1 ആണ് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ 1 ഇവിടെ ചേർക്കുമ്പോൾ ഇതിനെ 12 എന്നായിട്ട് റീഡ് ചെയ്യും. ഇനി ഈ 12ൽ 5 2 ടൈംസ്, 5 2s are 10. അപ്പോൾ 5 2s are 10 ആണ്, ഇവിടെ ഉള്ളത് എന്താണ്? 12 ആണ്. അപ്പോൾ ഈ 12ൽ നിന്ന് ഈ 10 മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് എത്രയുണ്ട്? 2. ആ 2 ആണ് നെക്സ്റ്റ് നമ്പറായ 5ൻ്റെ മുമ്പിൽ എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ 25 എന്ന് വായിക്കും. 25. ഓക്കെ, ഇനി 25ൽ 5 ടൈംസ്. അപ്പോൾ 25ൽ 5 ടൈംസ് 125. ഇനി ഇതുപോലെ ആഡ് ചെയ്ത് നോക്കാം. 1 + 2 + 5 അപ്പോൾ 7 8 വരും. അപ്പോൾ 8 എന്ന് പറയുന്നത് ടേബിളിലുള്ളതല്ല, 3യുടെ ടേബിളല്ല, അതുകൊണ്ട് നമുക്കിതിനെ 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 2 ഡിജിറ്റ് 12, അപ്പോൾ 5 2s are 10. അപ്പോൾ 10 ആണ്, ഇവിടെ 12 ആയതുകൊണ്ട് ബാലൻസ് ഒരു 2 ഉണ്ട്, അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ 25 ആയി. 25ൽ 5 ടൈംസ്, 5 5s are 25. ഇനി 25ൽ 2 + 5 7 ആണ്. 7 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, സോ നമുക്കിതിനെ 5 കൊണ്ട് തന്നെ ചെയ്യാം. 5 5s are 25. 5 1. അപ്പോൾ ലാസ്റ്റ് 1 കിട്ടി. ഇനി നമുക്ക് എടുത്തെഴുതാം. എത്ര ടൈംസ് ഉണ്ട് 5? 5 raised to 1 2 3 4 5. 5 raised to 5. അപ്പോൾ അതിൻ്റെ ആൻസറാണ് 5 raised to 5. ഓക്കെ, 4th ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ ഈവൻ നമ്പർ, ഓഡ് നമ്പർ വരുമ്പോൾ ഇതുപോലെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.